മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വലിയ കാര്യത്തിൽ പ്രതാപൻ കണ്ണൻ്റെ പിന്നാലെ പോയിട്ട് ഒടുക്കം അടി കൊണ്ട് ഓടേണ്ടി വരുന്നുണ്ട്. ആ സിദ്ധിയായ അമ്മ പ്രതാപൻ്റെ കള്ളക്കളി ഒന്നൊന്നായി പൊളിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് നന്നായിട്ട് കൈവെപ്പിക്കുകയും ചെയ്തു. ഡ്രൈവറിൻ്റെ അടിയായിരുന്നു പ്രതാപൻ ഏറ്റവും കടുത്തു പോയത്. അങ്ങനെ തിരികെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന മുത്തശ്ശിയെ കാത്ത് വളഞ്ഞൊടിഞ്ഞ് ചരിഞ്ഞു വരുന്ന പ്രതാപനെ കണ്ടിട്ട് കാര്യം തിരക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ പ്രായമായ സ്ത്രീകളെയൊക്കെ തല്ലിക്കൊല്ലാൻ എനിക്ക് ചില സമയത്ത് തോന്നും. കാരണം അവരുടെ ചില സമയത്തെ സ്വഭാവം. എടാ, ഞാനും ഒരു പ്രായമായ സ്ത്രീയാണ്, അമ്മ ഒഴിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ആ ക്ഷേത്രത്തിൽ ഒരു കൈനോട്ടക്കാരി ഉണ്ടായിരുന്നു, അവരെൻ്റെ കള്ളക്കളി കൈയോടെ പൊക്കി. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇഷ്ടം പോലെ അടി കിട്ടി. ആ സമയത്ത് മോഹിനിയമ്മയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു. പ്രതാപന് നല്ല കാര്യമായിട്ട് കിട്ടി എന്ന് മനസ്സിലാക്കിയ മോഹിനിയമ്മയാണെങ്കിൽ അവർ സംസാരിക്കുന്നത് എന്താണെന്നറിയാൻ അവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നു, ഞാൻ കണ്ണൻ്റെ പിന്നാലെ ചെന്നിട്ട് ഒന്നും അറിയാൻ പറ്റിയില്ല. പക്ഷേ ആ പ്രായമായ കൈനോട്ടക്കാരി ഇനി അവരുടെ ഉപജീവനമാർഗ്ഗം ഇല്ലാണ്ടാവുമെന്ന് വെച്ചിട്ടാണോ എന്തോ എൻ്റെ കള്ളക്കളി കൈയോടെ പൊക്കിച്ചു. ചുമ്മാ കുറേ വിഗുമുടിയും താടിയും മീശയൊക്കെ ഒട്ടിച്ച് പോയി എന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. നിന്നെ കൊണ്ടല്ലെങ്കിൽ എന്തിനു കൊള്ളാം. നീ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? ആ കണ്ണൻ്റെയും മഹിയുടെയും പിന്നെ നീ എത്ര നാളുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നതും മോഹിനിയമ്മയെ കാണുന്നതും ഒരുമിച്ചപ്പം പെട്ടെന്ന് മുത്തശ്ശി പറയുന്നു, ഡാടാ അതോ മോഹിനി നിൽക്കുന്നു എന്ന്. അപ്പോൾ അത് കണ്ട് പെട്ടെന്ന് അവരങ്ങ് സംസാരം നിർത്തുന്നുണ്ട്. പക്ഷേ മോഹിനിയമ്മയ്ക്ക് കാര്യം മനസ്സിലാകുന്നു, കണ്ണൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പ്രതാപൻ പോയി അടി കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മോഹിനിയമ്മ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ ക്ഷേത്രത്തിലേക്കോ എവിടേക്കോ പോക്കോ, ഞങ്ങളോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ലല്ലോ എന്ന് മുത്തശ്ശിയാണെങ്കിൽ ഒന്ന് കളിയാക്കി പറയുന്നത് പോലെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശിയോട് മോഹിനിയമ്മ പറയുന്നു, കൂടുതൽ അഹങ്കാരമൊന്നും വേണ്ട, അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് കേട്ടിട്ട് മുത്തശ്ശിയാണെങ്കിൽ കലിയോടെ പറയുന്നു, കേട്ടോ, ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നമ്മളെ വിരട്ടുക, അവൾ പ്രസവിച്ച നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം അവളും കൂടി ചേർന്ന് തകർക്കുമെന്ന് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് പ്രതാപനും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും, ഞാനായിട്ടൊന്നും തകർക്കില്ല, നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും കരുണമ്മളുടെ ജീവിതത്തിന് യാതൊരു തകരാറും ഉണ്ടാക്കില്ല. മര്യാദക്കേടാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് മോഹിനിയമ്മയാണെങ്കിൽ പോകുന്നു. അതിനുശേഷം മഹിയെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം രാത്രി മഹിയാണെങ്കിൽ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യാൻ കരുണയ്ക്കാണ് ഓർഡർ കൊടുക്കുന്നത്. അപ്പം മഹിക്കൊക്കെ ഫുഡ് സർവ് ചെയ്യുന്നത് കണ്ടിട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കുമൊക്കെ ഞെട്ടലും അതിശയവും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം കറി ഒഴിച്ചു കൊടുക്കാൻ ലേറ്റായി. അപ്പം കറി ഒഴിച്ചു തരണമെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണോ എന്ന് അല്പം ഹാർഷായിട്ട് മഹി ചോദിക്കുന്നത് കേട്ട്, ഞാൻ ഇപ്പം തന്നെ വിളമ്പി തന്നേക്കാം എന്ന് നമ്മുടെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്. ആ ഫുഡെല്ലാം ഉണ്ടാക്കിയതും കരുണയാണ്, സെർവ് ചെയ്ത് കൊടുക്കുന്നതും കരുണയാണ്. അതൊക്കെ കണ്ടിട്ട് ദുർഗയ്ക്കാണെങ്കിൽ അങ്ങനെ സഹിക്കാനേ പറ്റുന്നില്ല. നിനക്ക് വാരിയും കൂടി തരേണ്ടി വരുമോടി? അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, ഇപ്പം തൽക്കാലം വാരി തരണ്ട, വാരി തരണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ വാരി തരും കാണണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദുർഗ വായും പൊളന്ന് നിൽക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഉണ്ണിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കലിയോടെ കരുണയെ നോക്കുമ്പോഴത്തേക്കും കരുണയാണെങ്കിൽ ആരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. കാരണം ചമ്മി നാണം കെട്ട് നിൽക്കുവാണ്. ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഈ അവസ്ഥയുടെ പേരിൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ദുർഗയോട് ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട്, നമ്മൾ അറിഞ്ഞതിനപ്പുറം എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ നല്ലതുപോലെ ഭയന്നിരിക്കുക. അവളെ ഭീഷണിപ്പെടുത്തിയാണ് ആ മഹാലക്ഷ്മി ഏട്ടത്തിയും കണ്ണേട്ടനും പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ കാര്യമുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കും തോന്നി തുടങ്ങുന്നു, മോനെ, കരുണയെ എല്ലാവരും കൂടി ചേർന്ന് വല്ല കെണിയിലും ചാടിച്ചോന്ന് എനിക്ക് സംശയം തോന്നാൻ കാരണമുണ്ട്. അടുത്തിടയ്ക്ക് അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവൾ പോയി, എന്നിട്ട് പൈസയൊന്നും കിട്ടിയില്ല. അതിൻ്റെ പിന്നെ ഇനി ഇവരുമായി ബന്ധപ്പെട്ട വല്ല കാര്യമായിരുന്നോ ഇവൾ പിന്നെ കളിച്ചു എന്ന് മനസ്സിലാക്കി അതിൻ്റെ പേര് പറഞ്ഞ് വിരട്ടി നിർത്തിയേക്കുവാണോ? ആർക്കറിയാം. അത് ആ കരുണമോളൂടെ നീ തന്നെ ചോദിച്ച് മനസ്സിലാക്കുമോനെ. നീ ചോദിച്ചാൽ എന്തായാലും അവൾ പറയും. ഞാൻ ചോദിച്ചാൽ ഒട്ടും പറയില്ല. പിന്നെ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തർക്കുത്തരം മാത്രമേ വാ തുറന്നാൽ പറയുള്ളൂ എന്നുണ്ണിയും പറയുന്നുണ്ട്. അതേസമയം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് കണ്ണനൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. പ്രതാപന് നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ട് താൻ നടക്കുന്നോ ഇല്ലയോ എന്ന്. പ്രതാപനാണെങ്കിൽ ഒരാളിങ്ങനെ പറഞ്ഞ് അന്നേരം മുതലാണ് ഡൗട്ട് കൂടിയതെന്നുള്ള കാര്യമൊന്നും കണ്ണനറിയില്ലല്ലോ. അപ്പം കണ്ണനാണെങ്കിൽ തനിക്ക് തോന്നിയ ആ സംശയം
മാർക്കോയെ അറിയിക്കുന്നുണ്ട്. പ്രതാപന് നല്ല സംശയമുണ്ട് ഞാൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം മാർക്കോ പറയുന്നു, എങ്കിൽ അയാളുടെ സംശയം നമുക്കങ്ങ് തീർത്തു കൊടുത്തേക്കാം. അതേസമയം ബീച്ചിൽ ഒറ്റയ്ക്ക് നമ്മുടെ പ്രതാപൻ വന്നിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പിറയുന്നൊരു കൈ വന്ന് തോളി പിടിക്കുന്നു. ആരാ കൈ വെച്ചേ എന്നറിയാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ പെട്ടെന്ന് പ്രതാപൻ്റെ മുഖത്തെ ചിരി അങ്ങ് മങ്ങുന്നു. നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ മാർക്കോയാണ്. അപ്പം ഇനി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതിൻ്റെ ബാക്കി ബീച്ചിൽ വെച്ച് കൊള്ളേണ്ടി വരുമോ? കാത്തിരിക്കാം.